കനത്ത മഴയെ തുടർന്ന് ഒരുവൻ മല തന്നെയാണ് ഇടിഞ്ഞ് ശിരൂരിൽ ദേശീയപാതയിലേക്ക് പതിച്ചത്. വൻ ദുരന്തം തന്നെയാണ് ഉണ്ടായതെങ്കിലും അർജുൻ എന്ന മലയാളിയുടെ സാന്നിധ്യമാണ് ഈ വാർത്തയെ ദേശീയ തലത്തിലേക്ക് അറിയപ്പെടുന്ന വിധത്തിൽ വളർത്തിയത്. പൊതുവെ കന്നഡയിലെ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്ക് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് അധികൃതർക്ക് പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയായി. 16-ന് അർജുനെ കാണാതായെങ്കിലും അപകടത്തിൽ അർജുൻ എന്ന മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വന്നതോടെ കേരളത്തിൽ വിഷയം വലിയ വാർത്തയായി. ഇതോടെ കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചു. ഇതോടെ അർജുനെ കണ്ടെത്താൻ കേരളം ഒരുമിക്കുന്നു എന്ന വിധത്തിൽ വാർത്തകളായി. പതിയെ വാർത്ത സെൻസേഷണലാക്കാനുള്ള അവസരം ചാനലുകൾക്ക് വരികയും ചെയ്തു. രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകർ അടങ്ങുന്നവർ അവിടേക്ക് തിരിച്ചു. പിന്നാലെ ലൈവുകളുടെ പെരുമഴയും. ഇതോടെ കർണാടകയിലെ രക്ഷാപ്രവർത്തനത്തെ കേരളം ഹൈജാക്ക് ചെയ്യുന്നു എന്ന പ്രതീതി പോലും ഉണ്ടായി. മുൻപ് പലയിടങ്ങളിലും ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ അർജുന് വേണ്ടി തിരച്ചിൽ നടത്തി. ഒരു ഘട്ടത്തിൽ മലയാളികൾ പറയുന്ന അവസ്ഥയിൽ പോലുമായി രക്ഷാപ്രവർത്തനം മുന്നേറിയത്. മാധ്യമങ്ങളെ അകറ്റി നിർത്തി സൈന്യം ദൗത്യം ഏറ്റെടുത്തതോടെയാണ് ഒടുവിൽ അർജുന്റെ ലോറി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങളും ട്രോളുകളുമാണ് ഉയരുന്നതും. റിപ്പോർട്ടർ ചാനലും അരുൺകുമാറും ഇടവേളകൾ ഇല്ലാതെ ലൈവുമായി എത്തിയതോടെ ശിരൂർ ദുരന്തത്തിൽ മാധ്യമങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയും കണ്ടു. ലൈവ് വാർത്ത കണ്ട് ചാനലുകൾക്ക് മുന്നിലേക്ക് വ്യാജ രക്ഷാപ്രവർത്തകരുമെത്തി. കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ശിരൂരിലേക്ക് പോയത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുന്ന അവസ്ഥയാണ്. രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാറുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും രൂക്ഷമായ ആക്രമണമാണ്. 16-ന് അർജുനെ കാണാതായെങ്കിലും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന ആരോപണം ഉയർന്നു. കുടുംബം എം.കെ. രാഘവൻ എം.പി. ഉൾപ്പെടെയുള്ളവരെ കണ്ടതിനു ശേഷമാണ് തിരച്ചിലിന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വേഗം വന്നത്. മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടി. ഇവരുടെയെല്ലാം ഇടപെടലോടെയാണ് സൈന്യം എത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആദ്യം കരഭാഗത്ത് തിരയുകയാണ് ഉണ്ടായത്. പിന്നീടാണ് പുഴയിലേക്ക് തിരയാൻ തുടങ്ങിയത്. ഇവിടെയാണ് മലയാളികൾ തിരച്ചിൽ വഴിതെറ്റിച്ചു എന്ന ആരോപണം ഉയരാൻ ഇടയാക്കിയത്. കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന വാർത്തയും വന്നിരുന്നു. ഇതോടെയാണ് കേരളത്തിൽ നിന്ന് ചില സന്നദ്ധ പ്രവർത്തകർ ശിരൂരിലേക്ക് തിരിച്ചത്. മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത്. ചൊവ്വാഴ്ച തന്നെ 4 മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ നിർബന്ധിതരാകുകയായിരുന്നു. വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞുവെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ആരോപണം ഉയരുന്നത്. ഒരു പരിധിവരെ ഈ ആരോപണങ്ങൾ ശരിവെക്കേണ്ടിയും വരും. കാരണം ചാനലുകൾക്ക് മുന്നിലെത്തിയവർ അത്തരത്തിലായിരുന്നു പെർഫോമൻസ് നടത്തിയത്. കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുന്നു. കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു. GPS പ്രവർത്തിച്ചുവെന്നും എൻജിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിങ്ങു ചെയ്തുവെന്നുമെല്ലാമുള്ള പ്രചരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നു. ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ലെന്നും വരെ പ്രചാരണങ്ങളുണ്ടായി. ഇതിൽ പലതും സമൂഹമാധ്യമങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചതാണെന്നും അവ മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണുണ്ടായതെന്നും ഇപ്പോൾ തെളിയുന്നു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പബ്ലിസിറ്റി സ്റ്റാൻഡാക്കി മാറ്റാനായിരുന്നു ചിലർ ശ്രമിച്ചതെന്നാണ് മറ്റൊരു ആരോപണം. യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും ചിലർ വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി. ഇതോടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ 3 കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു പോലീസിന്. രക്ഷാപ്രവർത്തനത്തിനെന്ന് പറഞ്ഞ് ചെന്നവരെ നിയന്ത്രിക്കലായി പോലീസിന്റെ അടുത്ത പണി. രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് കേരളത്തിലെ ജില്ലാ കളക്ടറുടെ പക്കൽ നിന്നും അനുമതി വാങ്ങി വരാനാണ് പോലീസ് കേരളത്തിൽ നിന്ന് ചെന്നവരോട് പറഞ്ഞത്. സ്ഥലത്തെക്കുറിച്ച് യാതൊരു പരിചയവും ഇല്ലാത്തവരാണ് രക്ഷാപ്രവർത്തനത്തിന് ശിരൂരിലേക്ക് പോയത്. പെരുമഴയായതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് അവിടെ എത്തിയ ചിലർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചത്. പിന്നെ എന്തറിഞ്ഞിട്ടാണ് കുറ്റിയും പറിച്ച് അങ്ങോട്ട് പാഞ്ഞത് എന്നതാണ് സമൂഹമാധ്യമത്തിൽ ഉയരുന്ന ചോദ്യം. ഇത്തരം ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും നേതൃത്വം നൽകുന്നത് സർക്കാരുകളാണ്. ഏതെങ്കിലും വ്യക്തികൾക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ച് അവർ പറയുന്നത് പോലെ ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കില്ല.
നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പോലും പിന്മാറിയ കുത്തൊഴുക്കുള്ള കലങ്ങിമറിഞ്ഞ നദിയിലാണ് ഇവിടെ നിന്നുപോയ ചിലർ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് പറയുന്നത്. ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി അടുത്ത തിരച്ചിൽ നടത്തേണ്ടി വരുമെന്ന് അറിയാമെന്നതിനാൽ ആരെയും പുഴയിലിറങ്ങാൻ കർണാടക അനുവദിച്ചില്ല. അപകടം നടന്ന ആദ്യഘട്ടത്തിൽ അലംഭാവം കാണിച്ചെങ്കിലും പിന്നീട് കർണാടക സ്വീകരിച്ച നിലപാടാണ് ശരിയെന്ന് സമൂഹമാധ്യമത്തിൽ ചർച്ച നടന്നു. രാഷ്ട്രീയ സമ്മർദ്ദഫലമായെങ്കിലും ഷിരൂരിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ടെത്തി. എന്നാൽ ഇതിനേക്കാളും വലിയ ദുരന്തം നടന്ന കവളപ്പാറയിലും പുത്തുമലയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തിയോ എന്നത് അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പുത്തുമലയിലും കവളപ്പാറയിലും ഇപ്പോഴും നിരവധി പേരെ കണ്ടെടുക്കാനുണ്ടെന്ന യാഥാർത്ഥ്യവും ബാക്കിയാണ്. ഇത്തരം നിരവധി കാര്യങ്ങളാണ് ഈ അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.